ഹൈറേഞ്ചിന്റെ മലമടുക്കുകളിൽ കനകം വിളയിക്കുന്ന കുടിയേറ്റ കർഷകരുടെ പുതുതലമുറയ്ക്ക് അക്ഷരവിദ്യ പകർന്നു നൽകുന്ന അറിവിന്റെ അക്ഷയഗനിയായ കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയ കിരീടങ്ങൾ ചൂടി അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ വിദ്യാപീഠത്തിന്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ഈ സ്കൂളിന്റെ രക്ഷാധികാരി മാർ ജോസ് പുളിക്കൽ പിതാവും കോർപ്പറേറ്റ് മാനേജർ ഡൊമിനിക് അയ്യൂലപ്പറമ്പിലച്ചനും സ്കൂൾ മാനേജർ ജോസ് മാത്യു പറപ്പിള്ളയച്ചനുമാണ്. നമ്മുടെ വിദ്യാലയ മുത്തശ്ശിയെ കൈപിടിച്ചു നയിക്കുന്നത് സ്നേഹബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ ബിജുമോൻ ജോസഫ് സാറാണ്. അദ്ദേഹത്തിനൊപ്പം ഇഴപിരിയാത്ത ചരടുകളായി 44 അധ്യാപകരും കരുതലിന്റെ കരങ്ങളായി 5 അനധ്യാപകരും പഠനപ്രതികളെ സജീവമാക്കുന്ന 1004 കുട്ടികളുമുണ്ട്. ഇവരാണ് ഈ കലാലയത്തിന്റെ ജീവനാഡികളായി വർത്തിക്കുന്നത്. 2023-24 അധ്യയന വർഷം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ചു. പരീക്ഷ എഴുതിയ 231 കുട്ടികളെയും വിജയിപ്പിച്ച് 100% റിസൾട്ട് കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. 43 കുട്ടികൾക്ക് ഫുൾ A+, 7 കുട്ടികൾക്ക് 9 A+, 13 കുട്ടികൾക്ക് 8 A+ ലഭിച്ചു. 2023-24 അധ്യയന വർഷം സെന്റ് ജോർജിന്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി അണിഞ്ഞു. പ്രവർത്തന മികവുകൊണ്ട് പ്ലാറ്റിനം സർക്കിളിൽ രൂപതയിൽ മികച്ച വിദ്യാലയമായി സെന്റ് ജോർജ് ഹൈസ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. സെന്റ് ജോർജിന്റെ ചിരകാല സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു SPC യൂണിറ്റ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചത് മാനേജ്മെന്റിന്റെയും നമ്മുടെ അമരക്കാരൻ ശ്രീ ബിജുമോൻ ജോസഫ് സാറിന്റെയും PTA ദീർഘവീക്ഷണവും കഠിനമായ പ്രയത്നവും കൊണ്ടാണ്. സ്കൂളിന്റെ ഈ മികച്ച നേട്ടത്തിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അനുഭവങ്ങളുടെ കടലിലേക്കുള്ള ക്ഷണമാണ് കല. സാമൂഹികമായ ജീവിതത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഒരു നൈതിക പ്രേരണയായ കലയെ പരിപോഷിച്ചെടുക്കുവാൻ വേണ്ടി 2023-24 അധ്യയന വർഷത്തിൽ ആന്തോളനം 2K24 ഓഗസ്റ്റ് 18-ാം തീയതി സെന്റ് ജോർജിന്റെ മണ്ണിൽ കുടികയറി. കട്ടപ്പന വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവത്തിൽ 7 ഇനങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡും 10 ഇനങ്ങളിൽ സെക്കൻഡ് A ഗ്രേഡും 5 ഇനങ്ങളിൽ തേർഡ് A ഗ്രേഡും കരസ്ഥമാക്കി. ഉപജില്ലാ കലോത്സവത്തിൽ തേർഡ് റണ്ണറപ്പ് നേടി വിജയക്കൊടി പാറിച്ചു. ആർഷഭാരതത്തെ കൂടുതൽ അറിയുവാനും സംസ്കൃത ഭാഷയെ മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഭാഷയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാനും സ്കൂളിൽ സംസ്കൃത ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ സംസ്കൃതോത്സവത്തിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. കൂടാതെ റണ്ണേഴ്സ് അപ്പ് കിരീടം ചൂടുകയും ചെയ്തു. നന്മ നിറഞ്ഞ സമൂഹം പടുത്തുയർത്തുവാൻ വേണ്ടി കുട്ടികളുടെ ആത്മീയ വികസനം ലക്ഷ്യമാക്കി നമ്മുടെ സ്കൂളിൽ KCSL പ്രവർത്തിക്കുന്നു. മികവുറ്റ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ KCSL യൂണിറ്റ് സജീവമാണ്. 2024-25 വർഷത്തെ രൂപത കലോത്സവത്തിൽ UPHS വിഭാഗം ഓവറോളും രൂപത ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കുവാൻ സാധിച്ചു. സോഷ്യൽ സയൻസ് ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, വിദ്യാരംഗം കലാസാഹിത്യവേദി, മാത്സ് ക്ലബ്ബ്, IT ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഇക്കോ ക്ലബ്ബ്, വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബ് തുടങ്ങി പാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളിലും തൊഴിൽപരമായ കാഴ്ചപ്പാടുകളും നൈപുണികളും അവ പ്രയോഗിക്കാനുള്ള അവസരങ്ങളും സാധ്യതകളും എല്ലാം ഈ ക്ലബ്ബിലുണ്ട്. അന്താരാഷ്ട്ര റെഡ് ക്രോസിന്റെ ജൂനിയർ വിഭാഗമാണ് ജൂനിയർ റെഡ് ക്രോസ്. ആരോഗ്യം, സേവനം, സൗഹൃദം എന്ന JRCയുടെ മുദ്രാവാക്യം മുൻനിർത്തി കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിലും ജൂനിയർ റെഡ് ക്രോസ് സജീവമായി പ്രവർത്തിക്കുന്നു. അനുദിനമുള്ള വിദ്യാലയ ശുചീകരണം, വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആശ്രമത്തിലേക്ക് മറ്റു കുട്ടികളെയും പങ്കാളികളാക്കി നൽകുന്ന പൊതിച്ചോറ് വിതരണം, ആതുരാലയങ്ങൾ സന്ദർശിക്കൽ, വിദ്യാലയത്തിലെ മറ്റ് പ്രോഗ്രാമുകളിലുള്ള പങ്കാളിത്തം തുടങ്ങിയവ ഇവിടെ കാര്യക്ഷമമായി തുടർന്നു വരുന്നു. സമൂഹത്തിലെ ആലംബഹീനർക്കും അശരണർക്കും സഹായഹസ്തവുമായി സെന്റ് ജോർജിന്റെ മക്കൾ പ്രവർത്തിക്കുന്നു. ആഴ്ചത്തോറും ശേഖരിക്കുന്ന സ്നേഹപ്പിരിവ് ഇല്ലായ്മയിലൂടെ കടന്നുപോകുന്നവർക്കുള്ള ചികിത്സാ സഹായം, യൂണിഫോം, പഠന സഹായം എന്നിവയ്ക്കായി വിനിയോഗിക്കുന്നു. കായിക ലോകത്തെ അനന്ത സാധ്യതകൾ സ്വപ്നം കണ്ടുകൊണ്ട് ശ്രീമതി സെൽമി ജോസ് ടീച്ചറിന്റെ ശിക്ഷണത്തിൽ സെന്റ് ജോർജിലെ വിദ്യാർത്ഥികളും തങ്ങളുടെ കായിക പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്നു. ജൂൺ 19
PN പണിക്കരുടെ ചരമദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ ലൈബ്രറിയുടെ പ്രവർത്തനോദ്ഘാടനം ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ C. ബിജുമോൻ ജോസഫ് സാർ വിഷ്ണു രാജീവിന് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം നൽകി നിർവഹിച്ചു. ലൈബ്രറി പുസ്തകങ്ങൾ കാറ്റഗറി തിരിച്ച് കഥ, കവിത, ഉപന്യാസം, ആത്മകഥ, ലേഖനങ്ങൾ എന്നിങ്ങനെ ഓരോ കാറ്റഗറിയിലും പെടുന്ന പുസ്തകം പ്രത്യേകം നമ്പറിട്ട് അവരുടെ പേരും ഗ്രന്ഥകർത്താവിൻ്റെ പേരും അറിയത്തക്ക വിധത്തിൽ അലമാരകളിൽ പ്രത്യേകം ക്രമീകരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. അപ്രകാരം 1500 പുസ്തകങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു. അനുദിനമുള്ള ക്ലാസ് ടൈം ടേബിളിൽ ഉച്ചയ്ക്ക് മുൻപുള്ള 4 പീരീഡുകൾക്ക് ശേഷം 40 മിനിറ്റ് ദൈർഘ്യമുള്ള 0 ഹവർ കൂട്ടിച്ചേർത്ത് 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഒപ്പത്തിനൊപ്പം എന്ന പ്രവർത്തനവും NMMS സ്കോളർഷിപ്പ് പരിശീലനത്തിനായി മികവിൻ്റെ തീരം എന്ന പ്രവർത്തനവും നടപ്പിലാക്കി. ഇതേസമയം 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് NAS പരിശീലനവും ക്രമീകരിച്ചു. ഭവനത്തിൽ എന്ന പോലെ വിഭവങ്ങളുടെ പരിമളം പരത്തി നമ്മുടെ വിദ്യാലയത്തോട് ചേർന്ന് ഒരു ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു. അവിടെ അന്നദാതാക്കളായ ശ്രീമതി സിനി, ശ്രീമതി ലക്ഷ്മി എന്നിവർ സേവനമനുഷ്ഠിച്ചു വരുന്നു. അക്ഷര വെളിച്ചം തേടി വന്നെത്തുന്ന നമ്മുടെ കുട്ടികളെ സ്നേഹകരുതൽ നൽകി യഥാസമയത്ത് സ്കൂളിലെത്തിക്കുന്നതിനും കൃത്യസമയത്ത് തിരികെ എത്തിക്കുന്നതിനും സ്കൂൾ ബസ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. 3 ബസ്സുകളിലായി 6 ജീവനക്കാർ ഇവിടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. 2023-24 അധ്യയന വർഷം രൂപത കോർപ്പറേറ്റ്സ് നടത്തിയ അക്കാദമിക തലത്തിൽ ദുർഗാലക്ഷ്മി സജിത്ത്, റോൺ ടോമി, മോറൽ സയൻസ് വിഭാഗത്തിൽ ദുർഗാലക്ഷ്മി സജിത്ത്, ശ്രദ്ധ റജി എന്നിവർക്കും മികച്ച വിജയം കൈവരിക്കുവാൻ സാധിച്ചു. വിവിധ മത്സര പരീക്ഷകൾ, സ്കോളർഷിപ്പ് പരീക്ഷകൾ, ക്യാമ്പുകൾ, സെമിനാറുകൾ, അധ്യാപക പരിശീലനങ്ങൾ തുടങ്ങിയവയുടെ വേദിയാണ് സെന്റ് ജോർജ് സ്കൂൾ. വിദ്യാലയത്തെ ഒന്നായി പ്രതിഫലിപ്പിക്കുന്നതാണ് ഇവിടുത്തെ യൂണിഫോം. 2024-25 അധ്യയന വർഷത്തിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ധരിക്കാൻ പുതിയ യൂണിഫോം തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈറേഞ്ചിന്റെ സ്ഥിരാകേന്ദ്രമായ കട്ടപ്പനയിൽ മലയോര മക്കളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ഊടും പാഠവും നൽകിക്കൊണ്ട് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 26ാമത് വാർഷിക റിപ്പോർട്ട് നിങ്ങൾക്ക് മുൻപാകെ സമർപ്പിക്കുന്നു. 2024 ജൂൺ 3 അധ്യയന വർഷം ആരംഭിച്ചു. 18 അധ്യാപകരും 2 അനധ്യാപകരും പ്രവർത്തന നിരതിയോടെ സേവനമനുഷ്ഠിച്ചു വരുന്നു. പ്രിൻസിപ്പൽ മാണി കേസിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ കഴിഞ്ഞ വർഷം വിരമിച്ച ശ്രീമതി മിനിമോൾ ഫ്രാൻസിസിന് പകരം ഹണി ക്രിസ്റ്റഫർ സുവോളജി ടീച്ചറായും, മീര രാജേന്ദ്രൻ പൊളിറ്റിക്സ് അധ്യാപികയായും, ശ്രീമതി അലീന ജോസഫ് ഫിസിക്സ് അധ്യാപികയായും, ഒക്ടോബർ 1 മനു ജോസഫ് നിരവത്ത് മലയാളം അധ്യാപകനായും ജോയിൻ ചെയ്തു. ശ്രീ KJ ജോസഫ് കോയിക്കൽ സീനിയർ അസിസ്റ്റന്റായും, ശ്രീ ജോജോ ജെ മോളോപ്പറമ്പിൽ സ്റ്റാഫ് സെക്രട്ടറിയായും ചുമതല വഹിക്കുന്നു. 27 വർഷത്തെ സുദൃഢമായ സേവനങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കൂളിലെ മലയാളം അധ്യാപകനായ ശ്രീ KJ ജോസഫ് കോയിക്കൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും ജൂൺ 5 തന്നെ +1 അഡ്മിഷൻ ആരംഭിക്കുകയും ചെയ്തു. ജൂൺ 21 യോഗാ ദിനമായി ആഘോഷിച്ചു. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ സ്റ്റാഫായ റെനി AB ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. ജൂൺ 24 +1 ക്ലാസുകൾ ആരംഭിച്ചു. അന്നേ ദിവസം തന്നെ മെറിറ്റ് ഡേ ആയും +1 പ്രവേശന ഉത്സവമായും ആഘോഷിച്ചു. ജൂൺ 25 നടത്തിയ ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസ് കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടറായ സുരേഷ് കുമാർ A നയിച്ചു. സെന്റ് തോമസ് ഡേ, സ്വാതന്ത്ര്യദിനം, ഓണം, ഗാന്ധി ജയന്തി, ക്രിസ്തുമസ് ഇവ സമുചിതമായി ആഘോഷിക്കുകയും ചെയ്തു. 2024 മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയിൽ +2 ലെവലിൽ പരീക്ഷ എഴുതിയ 196 കുട്ടികളിൽ 194 കുട്ടികൾ വിജയിച്ചു. 99% വിജയം കരസ്ഥമാക്കുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. 64 ഫുൾ A+ഉം 15 A+കളും നേടി നമ്മുടെ സ്കൂൾ ജില്ലയിൽ മുൻപന്തിയിലെത്തി. സ്കൂളിന്റെ യശസ് ഉയർത്തിയ കുട്ടികളെ മാനേജ്മെന്റും PTA-യും സ്റ്റാഫും പ്രത്യേകം അഭിനന്ദിച്ചു. 2023 മാർച്ചിൽ നടന്ന +1 പരീക്ഷയിൽ 33 A+കൾ നേടി ശ്രദ്ധേയമായ വിജയം കൈവരിക്കുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. +1 കുട്ടികൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ പഠന മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിനും ഉപരിപഠന സംബന്ധമായ അറിവുകളും നിർദ്ദേശങ്ങളും നൽകുക എന്ന ഉദ്ദേശത്തോടെയും ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ഒരു യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു.
കൊമേഴ്സ് അധ്യാപകനായ ശ്രീ സിബി ജോസ് കരിയർ ഗൈഡായി നേതൃത്വം നൽകുന്നു. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ഡെസ്ക്, കരിയർ പ്ലാനിംഗ്, കരിയർ ഓറിയന്റേഷൻ ക്ലാസുകൾ, കരിയർ നോട്ടീസ് ബോർഡ്, കരിയർ സെലിബ്രേഷൻ എന്നിവ കരിയർ യൂണിറ്റിന്റെ ഈ വർഷത്തെ പ്രധാന പ്രവർത്തനങ്ങളായിരുന്നു. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കായി കൗമാരക്കാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടനിൽ ആരംഭിച്ച സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഒരു യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രീ ബെന്നി ജോസഫ് സ്കൗട്ട് മാസ്റ്ററായും ശ്രീമതി റാണി ജോസ് ഗൈഡ് ക്യാപ്റ്റനായും യൂണിറ്റിന് നേതൃത്വം നൽകുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, ഉച്ചഭക്ഷണ വിതരണം, ആരോഗ്യ ബോധവൽക്കരണം, സ്നേഹക്കിറ്റ് വിതരണം, പേപ്പർ ബാഗ് നിർമ്മാണം, ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ, ഫയർ സ്റ്റേഷൻ സന്ദർശനം, ലഘുലേഖ വിതരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾക്ക് ഉദ്ബോധനം നൽകാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന് കഴിഞ്ഞു. കത്തോലിക്ക വിദ്യാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിനായി നമ്മുടെ സ്കൂളിൽ KCSL പ്രവർത്തിക്കുന്നു. ആനിമേറ്ററായി ശ്രീമതി ജൂബി മാത്യു സേവനമനുഷ്ഠിക്കുന്നു. കുട്ടിക്കാനം മരിയൻ കോളേജിൽ വെച്ചു നടന്ന KCSL രൂപതാതല സാഹിത്യോത്സവത്തിൽ മാഗസീനിൽ 1ാം സ്ഥാനവും കവിതാരചനയിൽ അന്ന ബൈജു 2ാം സ്ഥാനവും നേടി സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടി. 10 ദിവസ ജപമാല പ്രാർത്ഥനയിൽ കുട്ടികളും അധ്യാപകരും സജീവമായി പങ്കെടുത്തു. KCSLന്റെ നേതൃത്വത്തിൽ മാസത്തിലെ 2ാം വെള്ളിയാഴ്ച കുട്ടികൾക്കും അധ്യാപകർക്കുമായുള്ള വിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നു. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയെടുക്കുന്നതിനായി ആർട്സ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നു. ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ധ്വനിക എന്ന പേരിൽ ഓഗസ്റ്റ് മാസം ആർട്സ് ഫെസ്റ്റ് നടത്തി. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ വൃന്ദവാദ്യവും, ഇംഗ്ലീഷ് കഥാരചനയ്ക്ക് അന്ന ബൈജുവും, ഓയിൽ കളർ ചിത്രരചനയിൽ റോഷൻ ജോയിയും, വയലിൻ, വെസ്റ്റേൺ, ഓറിയന്റൽ ഇനങ്ങളിൽ ഡെയിൻ ജിൻസും A ഗ്രേഡ് കരസ്ഥമാക്കി. ആർട്സ് ക്ലബ്ബ് ശ്രീമതി ജെയ്മോൾ മാത്യു, ഹണി ക്രിസ്റ്റഫർ, മീര രാജേന്ദ്രൻ, അലീന ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. കൗമാരക്കാരുടെ വ്യക്തിത്വ വികസനവും സ്വയ ശാക്തീകരണവും ലക്ഷ്യമാക്കി ഹാർമണി ഓഫ് കെയർ ആൻഡ് കൺസേൺ എന്ന ആപ്തവാക്യവുമായി സൗഹൃദ ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. മെൻ്റൽ ഹെൽത്ത്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, നോ ദി ചൈൽഡ്, മക്കളെ അറിയാൻ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന സൗഹൃദ ക്ലബ്ബിന് ശ്രീമതി മഞ്ജുഷ ആർ നേതൃത്വം നൽകുന്നു. കുട്ടികളുടെ കായികമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൽ സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. ശ്രീ സിബി ജോസ് ആണ് സ്പോർട്സ് ക്ലബ്ബിന് നേതൃത്വം നൽകുന്നത്. ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിരവധി സ്കൂൾ തല മത്സരങ്ങൾ നടത്തി സബ് ജില്ലാ കായികമേള, ജില്ലാ കായികമേള, സംസ്ഥാനതല കായികമേള ഇവയിലേക്കായി കുട്ടികളെ തിരഞ്ഞെടുത്തു. പുളിയൻമലയിലെ ക്രൈസ്റ്റ് കോളേജ് നടത്തിയ ചെസ് മത്സരത്തിൽ വിവേക്, ജോബി, ഡോൺ തോമസ് ഇവരുടെ ടീം 1ാം സ്ഥാനം നേടുകയും ചെയ്തു. കുട്ടികളിലെ ശാസ്ത്ര അഭിരുചികൾ വളർത്തി മികച്ച ശാസ്ത്രജ്ഞരെ സൃഷ്ടിക്കുന്നതിനായി സ്കൂളിലെ സയൻസ് ക്ലബ്ബ് ശ്രീ വിനോ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. ഈ വർഷത്തെ സംസ്ഥാനതല സയൻസ് മേളയിൽ സയൻസ് ക്വിസ് വിഭാഗത്തിൽ താര തോമസ് A ഗ്രേഡ് കരസ്ഥമാക്കി. YIP ശാസ്ത്രപദം പ്രോജക്റ്റിന്റെ ഭാഗമാകുവാൻ ശ്രീമതി ഹണി ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സയൻസ് ക്ലബിന് സാധിച്ചു. കുട്ടികൾക്ക് ഗണിതശാസ്ത്രത്തോടുള്ള അഭിരുചി വർദ്ധിപ്പിക്കാൻ നമ്മുടെ സ്കൂളിൽ ഗണിതശാസ്ത്ര ക്ലബ്ബ് ശ്രീമതി റാണി ജോസ്, ശ്രീമതി ജെയ്മോൾ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സോഷ്യൽ സയൻസ് വർക്ക് എക്സ്പീരിയൻസ് മേളകൾക്കായി കുട്ടികളെ ഒരുക്കുകയും വിവിധ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. ശ്രീമതി മീര രാജേന്ദ്രൻ, ശ്രീമതി ജോജോ ജെ മോളോപ്പറമ്പിൽ എന്നിവർ സോഷ്യൽ സയൻസ് ക്ലബിന് നേതൃത്വം നൽകുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീമതി അർച്ചന ജോൺ ബ്രിട്ടോയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയും അവകാശങ്ങളും എന്ന വിഷയത്തിൽ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. IT മേഖലയിൽ കുട്ടികളുടെ അഭിരുചികൾ വർദ്ധിപ്പിക്കുന്നതിനായി IT ക്ലബിന് ശ്രീമതി ജിൻഡു ജോർജ് നേതൃത്വം നൽകുന്നു. ഈ വർഷത്തെ സംസ്ഥാനതല IT മേഖലയിൽ IT ക്യൂസിൽ മെബിൻ ഷിബു A ഗ്രേഡും ആനിമേഷനിൽ നിയ സൂസൻ ജെയിംസ് C ഗ്രേഡും കരസ്ഥമാക്കി. കുട്ടികളെ ആരോഗ്യ കാര്യങ്ങളിൽ ബോധവാന്മാരാക്കുവാൻ ശ്രീമതി ഹണി ക്രിസ്റ്റഫറിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ക്ലബ്ബ് പ്രവർത്തിക്കുന്നു. ഇന്ത്യൻ ആർമിയുടെ സെക്കൻഡ് ലൈൻ ഓഫീസേഴ്സായ NCCയുടെ ഒരു യൂണിറ്റ് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. NCCയിലൂടെ കുട്ടികളെ നിരവധി ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കുകയും എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ലോക പരിസ്ഥിതി ദിനം,
കാർഗിൽ വിജയ് ദിവസ്, സ്വാതന്ത്ര്യദിനം, ഗാന്ധി ജയന്തി, ഭക്ഷണ വിതരണങ്ങൾ, രക്തദാനം, മരുന്നുകൾക്കെതിരെ ബോധവൽക്കരണം, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ NCC ANO പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി. കുട്ടികളെ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കുക എന്ന ഉദ്ദേശത്തോടെ NSS യൂണിറ്റ് ശ്രീമതി ടിൻഡു ജോർജിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. പരിസ്ഥിതി ദിനാചരണം, വായനാ ദിനം, ബോധവൽക്കരണ ക്ലാസുകൾ, റാലികൾ, NSS ദിനാചരണം, പാലിയേറ്റീവ് യൂണിറ്റ് സന്ദർശനം, ഉച്ചഭക്ഷണ വിതരണം, ആരോഗ്യ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ NSSന്റെ പ്രവർത്തനങ്ങളാണ്. 2024 ഡിസംബർ 20 മുതൽ 26 വരെ മേരികുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിറവ് എന്ന പേരിൽ സഹവാസ ക്യാമ്പ് നടന്നു. പച്ചക്കറി നടീൽ, പരിസര ശുചീകരണം, ആരോഗ്യ ബോധവൽക്കരണം, ഭവന സന്ദർശനം എന്നീ പ്രവർത്തനങ്ങൾ നടത്തി. പ്രോഗ്രാം ഓഫീസറായ ടിൻഡു ജോർജ് ടീച്ചറിനും സഹായിക്കുന്ന ജോജോ ജെ മോളോപ്പറമ്പലിനും അഭിനന്ദനങ്ങൾ. താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന നിയമക്യൂസിൽ കെവിൻ വിൻസെന്റ്, അനറ്റ് ബിനോയ്, ശ്രദ്ധാരജി എന്നിവർ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ലീഗൽ ക്വിസിൽ 1ാം സ്ഥാനം നേടി. സബ് ജില്ലാ IT ക്വിസിൽ നെബിൻ ഷിബു 2ാം സ്ഥാനം നേടുകയും ചെയ്തു. ജില്ലാ IT ക്വിസ് മത്സരത്തിൽ മെബിൻ ഷിബു 2ാം സ്ഥാനം നേടി സംസ്ഥാനതല മത്സരങ്ങൾക്ക് അർഹത നേടി. അക്ഷരമുറ്റം ക്വിസിൽ സബ് ജില്ലാ തലത്തിൽ താര തോമസ് 1ാം സ്ഥാനവും ശ്രദ്ധാരജി 2ാം സ്ഥാനവും നേടി. ശ്രീ വിൻസെന്റ് ജോർജ്, ബെന്നി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്വിസ് ക്ലബ്ബ് സ്കൂളിൽ പ്രവർത്തിക്കുന്നു. സ്കൂളിൻ്റെ സിഗ്നേച്ചർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കട്ടപ്പനയിലെ പൂർവ്വ വിദ്യാർത്ഥികളായ കുട്ടികളുടെ കടകളിൽ നിന്നും പലവിധ തുണികൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവ ശേഖരിച്ചു. ഇപ്രകാരം ശേഖരിച്ച സ്നേഹക്കിറ്റുകൾ കട്ടപ്പന സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ മുരുകൻ അവർകൾ, സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറപ്പള്ളി എന്നിവർ ചേർന്ന് ക്ലാസ് ലീഡർമാർക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ ഭവന സന്ദർശനത്തോട് അനുബന്ധിച്ച് ഈ സ്നേഹക്കിറ്റുകൾ അർഹരായ വിദ്യാർത്ഥികളുടെ വീടുകളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ എത്തിച്ചു. മിഡ് ടേം പരീക്ഷകൾക്ക് ശേഷം ക്ലാസ് PTA നടത്തുന്നു. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ മാതാപിതാക്കൾ വിലയിരുത്തുകയും കൂടുതൽ നന്നായി പഠിക്കുന്നതിനും പെരുമാറുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ക്ലാസ് PTAകളിൽ നൽകി വരുന്നു. ഹൈറേഞ്ചിലെ ഏറ്റവും മികച്ച ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ സദാ താങ്ങായി തണലായി ഞങ്ങളോടൊപ്പം നിലകൊള്ളുന്ന ഞങ്ങളുടെ രക്ഷാധികാരിയായ മാർ ജോസ് പുളിക്കൽ പിതാവിനും ഞങ്ങളുടെ കോർപ്പറേറ്റ് മാനേജരായ ഡൊമിനിക് അയ്യൂലപ്പറമ്പിൽ അച്ഛനും സ്കൂൾ മാനേജർ ജോസ് മാത്യു പറപ്പള്ളി അച്ഛനും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അവർകളോടും PTA വൈസ് പ്രസിഡന്റായ മാത്യു പോൾ അവർകളോടും PTA MPTA അംഗങ്ങളോടും എല്ലാ മാതാപിതാക്കളോടുമുള്ള നന്ദി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന BRC, മുനിസിപ്പാലിറ്റി, ആരോഗ്യ വകുപ്പുകൾ എന്നിവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.